ഇതിന്റെ മൈക്ക് സാക്ഷനും അനുമതിക്കുമൊക്കെയായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ പോലീസുകാർ ചോദിച്ചു, ഇത് ഞങ്ങളെ തെറി പറയാനുള്ള യോഗമാണോ എന്ന് ചോദിച്ചു. ഇത് പോലീസിന് തെറി പറയാനുള്ള യോഗമേ അല്ല. നിങ്ങൾ സാധാരണ പ്രതിഷേധ യോഗത്തിൽ പോലീസിന്റെ മെക്കിട്ട് കയറുന്ന പോലെ കയറാനുള്ള ഇരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയല്ല ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ചൈത്ര തെരേസ ജോൺ ജില്ലാ പോലീസ് മേധാവിയായിട്ടിരിക്കുമ്പോൾ ഈ കേസിൽ ഗംഭീരമായ അന്വേഷണമാണ് മുന്നോട്ട് പോയത്. നിർഭാഗ്യവശാൽ അവർ പദവി ഒഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടുന്നത്. ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടുമ്പോൾ ഇവിടെ സജിത സൂചിപ്പിച്ചു, ഏതോ അജ്ഞാത കരങ്ങൾ ഇതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. അതിൽ ഈ അനില്, ജിനു, സുരേഷ്, പ്രമോദ്, സോമൻ ഇത്രയാണ് പ്രതികൾ. പിന്നെ ഈ സുരേഷിനെ മാപ്പുസാക്ഷി ആക്കിയെന്നാണ് പറയുന്നത്. സുരേഷിനെ മാപ്പുസാക്ഷിയാക്കി. ഇത്രയുമാണ് പ്രതികൾ. ഈ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും അഡ്വക്കേറ്റുമായ സുരേഷ് മത്തായിയുടെ അടുത്ത് കൊണ്ടുചെന്ന് ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശുപാർശ നടത്തി പോലീസിലടക്കം ഇടപെട്ട് ഈ പ്രതികൾക്കെല്ലാം സംരക്ഷണ കവചവും ഒരുക്കി കൊടുത്തയാള് സിബു എന്ന് പറയുന്ന CPIM-ന്റെ നേതാവാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. അതുകൊണ്ട് ഞങ്ങളിത് രാഷ്ട്രീയമായിട്ടൊന്നും പറയുന്നില്ല. പറയാൻ നട്ടല് നാവും ഉള്ളത് കൊണ്ട് ഏത് പൊന്നു തമ്പുരാൻ തെമ്മാടിത്തരം കാണിച്ചാലും അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരുത്തനും ഒരു സംശയം വേണ്ട. അത് ഞങ്ങൾ പറയും. ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള യോഗമൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ അവരുടെ കൊടിയുടെ നിറം പരിശോധിച്ചാൽ അവരിൽ കൂടുതലും നല്ല ഒന്നാന്തര കമ്മ്യൂണിസ്റ്റുകളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ സിബുവിനോട് പറയുന്നു, സിബു, നിന്റെയൊക്കെ കൊടിയുടെ ചുവന്ന നിറം എപ്പോഴൊക്കെ കുറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ചങ്കിലെ ചോര കൊടുത്ത് ആ കൊടിയുടെ നിറം കടുംചുവപ്പാക്കിയ ആളുകളാണ് ഞങ്ങളെന്ന് നീ മനസ്സിലാക്കിക്കോണം. അത് മനസ്സിലാക്കിക്കോണം. അത് മറന്ന് ഒരു കാലത്ത് ഈ പ്രസ്ഥാനത്തിന്റെ ഊടും പാവും നെയ്ത പാവപ്പെട്ട പട്ടിക വിഭാഗത്തെ മറന്ന് എത്ര കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവതരമായി ആലോചിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ കേസ് അന്വേഷിക്കണം. ഹൈക്കോടതിയിൽ വളരെ പ്രഗത്ഭനായ ഒരു വക്കീലുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർ നടപടികൾ നിയമപരമായി നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഈ കേസ് ജോർദാനിൽ നിന്നും ഈ പഹേന നാട്ടിൽ കൊണ്ടുവരണമല്ലോ. അതാണല്ലോ പ്രശ്നം. ജോർദാനിൽ നിന്ന് കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ അടക്കമുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എങ്ങനെ അത്തരം നീക്കങ്ങൾ സാധ്യമാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ പരിശോധന ഞങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ പോരാട്ടം ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ആപത്ത് വരുമ്പോൾ സ്വന്തം ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആളുകളൊന്നുമല്ല ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ ഹൃദയപക്ഷം ചേർന്ന് ഈ പോരാട്ടത്തിൽ ഞാനും എൻ്റെ പ്രസ്ഥാനവും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. വളരെ ദീർഘമായി ഞാൻ പ്രസംഗിക്കില്ല. സന്തോഷം അടക്കം നിരവധി നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഇതൊരു വലിയ പ്രസംഗമൊന്നും അല്ലല്ലോ, പ്രസംഗം നടത്തേണ്ട വേദിയൊന്നും അല്ലല്ലോ. നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ഘാതകരെ അറസ്റ്റ് ചെയ്യണം. ഇവരെ അറസ്റ്റ് ചെയ്യും. ഇവിടെ സജിത സൂചിപ്പിച്ചു, ദൃശ്യം മോഡലിനെ കാട്ടി ഭയങ്കരമാണെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച്, ഈ ജിത്തു ജോസഫ്, എനിക്ക് തോന്നി ഇവനെ കണ്ടാണ് ഈ സിനിമ എഴുതിയെന്നാണ് തോന്നുന്നത്. ഈ ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ ഇയാളുടെ പ്രവൃത്തിയൊക്കെ പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇത് എഴുതിയത്. സെപ്റ്റിട്ടാക്കി കൊണ്ട് കുഴിച്ചിട്ടത് കൂടെ പോയി കുഴിച്ചിട്ടോമാരറിയാതെ ഒരു രാത്രി നഷ്ടപ്പെടുകയാണ്. എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഉടേ തമ്പുരാനല്ലാതെ പിന്നെ ഈ അനിലും അല്ല വേറെ ആർക്കും അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ പോവുകയാണ്. സെപ്റ്റിക് ടാങ്കിൽ കിടന്ന സാധനം
ഈ കൂടെ നിന്ന കൂട്ടാളികൾ പോലും, ഇതിനൊക്കെ സഹായിച്ച ആളുകൾ പോലും, നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു മൃതദേഹം കൊണ്ട് ഒരു മാരുതിക്കാർ കറങ്ങുകയാണ്, ഈ നാട് മൊത്തം കറങ്ങുകയാണ്, എന്നിട്ട് കൊണ്ടുവന്ന് സെപ്റ്റി ടാങ്ക് ഇടുകയാണ്. ഒരു സുപ്രഭാതം നോക്കുമ്പം ഒരു കുന്തവും ഇല്ല അവിടെ. അവര് പോലും അറിയാതെ ഇവൻ ആരാണ് കക്ഷി, ഒന്ന് ആലോചിച്ച്, ഇവൻ ആരാ കക്ഷി. അതുകൊണ്ട് ഈ കൊലപാതകം നടത്തിയ ആളുകൾ, അതിന്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്ന് ഈ നാടിന് നന്നായിട്ടറിയാം. ആ പ്രതികളെ കയ്യാമം വെച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കുന്നത് വരെ അതിശക്തമായ പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം ഈ നാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇവിടെ ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് KPMS.